അസ്സലാമു അലൈക്കും. ഇനിയിപ്പോൾ കൊതി തീരുവോളം എൻ്റെ മാലിന്യെന്ന് കാണാൻ കിട്ടുന്നത് എന്നാണ് റബ്ബേ. സുറുമിയുടെ ഹൃദയം തേങ്ങി. ആകാശത്ത് മേഘങ്ങൾ ഉരുണ്ടുകൂടി തുടങ്ങി. സുറുമി, മതി, അവിടെ ഇങ്ങനെ ഇരുന്ന് കിനാവ് കണ്ടാൽ മതിയോ? ഇവിടെ അടുക്കളയിൽ ഒരുപാട് പണിയുണ്ട്. നേരത്തെ എന്തെങ്കിലും തിന്നണമെങ്കിലേ വെച്ചുണ്ടാക്കിയിട്ട് വേണം. അടുക്കളപ്പുറത്തേക്ക് ഇറങ്ങി നിന്ന് ലബീബ ഉറക്കെ വിളിച്ചതും തട്ടം കൊണ്ട് മുഖം അമർത്തി തുടിച്ചവൾ അകത്തേക്ക് നടന്നു. ഇതെന്താടോ? അട്ടത്ത് നോക്കി കിടന്ന് പകൽ കിനാവ് കാണാണോ നീ മാഹി? ആഷിഖിൻ്റെ ശബ്ദമാണ് മാഹിറിനെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത്. നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഫോൺ എടുത്ത് ബെഡിലേക്ക് വെച്ച് ഒന്ന് എണീറ്റിരുന്നു മാഹിർ. ഒന്നുമില്ലടാ, വീട്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞ് ഓരോന്നോർത്ത് അങ്ങനെ കിടന്നുപോയി. എനിക്ക് തോന്നി ഇത്രയും നേരം മനസ്സേ പൊണ്ടാട്ടിയുടെ അടുത്തല്ലായിരുന്നു. എന്ത് ചെയ്യാനാടാ, നമ്മൾ പ്രവാസികളുടെ ജീവിതം ഇങ്ങനെ തന്നെയല്ലേ. ആകെയുള്ളൊരു ജീവിതത്തിൻ്റെ നല്ല കാലം മുഴുവനും ഈ മണൽക്കാട്ടിൽ കിടന്ന് തീരത്തേയുള്ളൂ. ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു തുടങ്ങിയവനിൽ ഒരു ദീർഘനിശ്വാസം ഉയർന്നു. അല്ലടാ, സുറുമിയോട് നീ പറഞ്ഞോ നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ? ഏയ് ഇല്ലടാ, അവളറിഞ്ഞാലേ സഹിക്കൂല. അവളൊരു പാവാണ്. അല്ലെങ്കിൽ അവൾക്ക് 100 കൂട്ടം സങ്കടങ്ങളുണ്ട് വീട്ടിൽ. എൻ്റെ ഉമ്മയായതുകൊണ്ട് പറയുന്നതല്ല. എൻ്റെ ഉമ്മാക്ക് മക്കളും മരുമക്കളും എന്നും രണ്ടാണ്. അവളെ ഇട്ട് വട്ടം കറക്കുന്നുണ്ടാവും. അതിന് പുറമെ ഞാനിവിടെ പണിയില്ലാതിരിക്കുകയാണെന്ന് കൂടി അറിഞ്ഞാലേ ആ പെണ്ണ് തകർന്നു പോവും. പറയാൻ തോന്നുന്നില്ലടാ. എൻ്റെ ഉള്ളിൽ പറയാതെ തന്നെ അവൾ വായിച്ചെടുക്കുമെന്ന ഭയം കൊണ്ട് തന്നെയാണ് ഞാൻ ഫോൺ വിളി കുറച്ചത്. ഫോണിൻ്റെ വാൾപേപ്പറിൽ തൻ്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന പെണ്ണിനെ നോക്കി അത് പറയുമ്പോൾ അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ പൊടിഞ്ഞു. സാരില്ലടാ, എല്ലാം ശരിയാവും. ഈ നശിച്ച കൊറോണ കാരണം എല്ലാവരെയും അവസ്ഥ ഇങ്ങനെ തന്നെയല്ലേ. നിന്റെ വിസ തെറ്റിക്കെടുപ്പല്ലേ. എത്രയെന്ന് വെച്ചാൽ ഒളിച്ചെങ്ങനെ കഴിയുന്നത്? ഇതൊന്ന് തീർന്നാൽ വേഗം നാട്ടിൽ പോവാൻ നോക്ക്. ആഷിഖ് അവൻ്റെ അടുത്തേക്കിരുന്ന് തോളിൽ നിന്ന് തട്ടി. മാഹിർ മുഖം അമർത്തി തുടച്ചു. അത് വിട്, നീ എനിക്കേ കുറച്ച് കാശ് അവിടെ നിന്നെങ്കിലും ഒപ്പിച്ച് തരണം. ഈ കൊറോണയൊക്കെ ഒതുങ്ങി മറ്റൊരു ജോലി ശരിയായാലേ ഞാൻ തിരിച്ചു തന്നോളാം. ഉമ്മ സീനുവിന് കൊടുക്കേണ്ട കാശിൻ്റെ കാര്യം പറഞ്ഞ് അപ്പോഴാണ് അവന് ഓർമ്മ വന്നത്. കുറച്ചെന്ന് പറയുമ്പോൾ എത്ര വേണ്ടി വരും? അതെ, 2 ലക്ഷം. ഒട്ടൊരു പരുങ്ങലോടെ മാഹിർ പറയുന്നത് കേട്ട് ആഷിഖിൻ്റെ കണ്ണു തുറിച്ചു. കിട്ടാവുന്നതിൽ നിന്നെല്ലാം കടം മേടിച്ച് നാട്ടിലേക്ക് അയക്കുന്നുണ്ട്. അതിന് പുറമെ ഇത്രയും രൂപ? നീ നോക്കണ്ട, പെങ്ങളെ പൊരിപ്പണി പൈസ ഇല്ലാഞ്ഞിട്ട് നിർത്തി വെച്ചിരിക്കുകയാണെന്ന് ഗൾഫുകാരൻ ആങ്ങളോടെ ചോദിക്കാൻ പറഞ്ഞ് അളിയൻ സൗകര്യം കൊടുക്കണില്ലല്ലോ. പെങ്ങൾ നൂലോളിയാണത്രേ. ഇനി അത് കൊടുത്തില്ലെങ്കിൽ എൻ്റെ മാത്രമല്ല പോരയിലുള്ള എൻ്റെ പെണ്ണിനും ഒരു സൗകര്യം കൊടുക്കൂല ഉമ്മ. പറഞ്ഞുകൊണ്ട് മാഹിർ തലമുടിയെന്ന് തടവി ഒതുക്കി. എന്നാലും എന്താടാ, ഈ അവസ്ഥയിൽ ഇത്രയും ക്യാഷ് ഒപ്പിക്കാൻ നിന്നെക്കൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞൂടായിരുന്നോ മാഹി? നിന്റെ അവസ്ഥ നീ തുറന്നു പറയാതെ അവർക്കെങ്ങനെ മനസ്സിലാവാനാണ്? ആഷിഖിൻ്റെ സ്വരത്തിൽ അലിവ് നിറഞ്ഞു. എന്തിനെ അവരെ കൂടെ വിഷമിപ്പിക്കണം? പറഞ്ഞാലും അവർക്കൊന്നും ഇവിടുത്തെ ജീവിതം മനസ്സിലാവാൻ പോകുന്നില്ലടാ. മാഹിർ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ആ ചെറിയ കട്ടിലിലേക്ക് മലർന്നു കിടന്നു. വല്ലാത്തൊരു അവസ്ഥ കേട്ടോ നിൻ്റേത്. അതിന് നിന്നെ പറഞ്ഞാൽ മതി. ആരെങ്കിലും ചോദിക്കുമ്പോഴും തല പണയം വെച്ചിട്ടാണെങ്കിലും ഈ പൈസ അയച്ചു കൊടുക്കല്ലോ. എൻ്റെ പെങ്ങന്മാർക്ക് നീ മാത്രമല്ലല്ലോ ആങ്ങളായിട്ടുള്ളത്, വേറെ ഇല്ലേ 2 പേര്? അതെങ്ങനെയാ? നീയാണല്ലോ അവിടുത്തെ കറോപ്പുഷു അല്ലേ? നിന്നെ ഇങ്ങനെ പിഴിയുന്നത് എന്താ അവസ്ഥ? മാഹിറിൻ്റെ ബന്ധുക്കളോട് തോന്നിയ അമർഷം ആഷിഖിൻ്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. സാരില്ലടാ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയല്ലേ. മാഹിർ വീണ്ടും ചിരിച്ചു. ബന്ധുക്കളെക്കാൾ വലിയ പൈസ കണക്കൊന്നും മാഹിർ സൂക്ഷിച്ചു വെക്കാറില്ലല്ലോ. നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മോനെ. ഈ എൻ്റെ കുടുംബം തന്നെ കെട്ടിപ്പിടിച്ച് ഇരുന്നോ അവിടെ. ഇവർക്കൊക്കെ വേണ്ടി സ്വയം ജീവിക്കാൻ മറന്നു പോവുകയാണെന്ന ഓർമ്മ നിനക്ക് വേണട്ടോ. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ചുവട് ഇടറിയാലേ ഈ പറഞ്ഞവരാരും കൂടെ കാണൂല മാഹിറെ. അതൊക്കെ മനസ്സിലാക്കി നോക്കി ജീവിക്കാൻ നോക്കിനി. മാഹിർ ഫോണെടുത്ത് സുറുമിയുടെയും മോളുടെയും ഫോട്ടോയിലേക്ക് നോക്കി വെറുതെ കിടന്നു. ഇവരെ എങ്ങനെ കാണുമ്പോഴാണ് മനസ്സ് നാട്ടിലേക്ക് കുതിക്കുന്നത്. വിരഹനോവ് ചങ്കിൽ തിങ്ങിക്കെട്ട് ചുട്ടുപഴുത്ത് വിങ്ങുന്നത്. വിസ തീർന്നിട്ട് 8 മാസം കഴിഞ്ഞു. വീട്ടിലെ പ്രാരാബ്ധങ്ങൾ കാരണം ഒളിച്ചു പണിയെടുത്ത് പിടിച്ചു നിൽക്കുകയായിരുന്നു. അതിനിടക്കാണ് കൊറോണ എത്തിയത്. അതോടെ ഉള്ള ജോലിക്കും പോകാൻ കഴിയാതെ ഈ ചെറിയ റൂമിനകത്ത് തന്നെ കുടുങ്ങിപ്പോയി. ഇപ്പോൾ 2 മാസമായി ജോലിയൊന്നുമില്ലാതെ. കൂടെപ്പിറപ്പുകളേക്കാൾ സ്നേഹമുള്ള കുറച്ച്
കുറച്ച് കൂട്ടുകാരുടെ കാരുണ്യം കൊണ്ട് മാത്രമാണിപ്പോൾ പട്ടിണി കിടക്കാതെ അറബ് നാട്ടിലെ ഈ ഒറ്റമുറിക്കുള്ളിൽ അവൻ കഴിഞ്ഞുകൂടുന്നത്. എന്നിട്ടും നാട്ടിൽ ആരെയും അറിയിച്ചില്ല മാഹിർ. അറിഞ്ഞാൽ തൻ്റെ പ്രിയപ്പെട്ടവർ കൂടി വേദനിക്കില്ലേ? തന്നെ കാത്തിരിക്കുന്ന ആ പാവം പെണ്ണ് തളർന്നു പോവില്ലേ? മാഹിർ സുർമയുടെയും കുഞ്ഞിൻ്റെയും ഫോട്ടോയിൽ മുത്തം വെച്ചു. ഞാൻ വരും മോളെ. ഈ പ്രാരാബ്ദങ്ങളുടെയൊക്കെ കെട്ടയച്ച് ഒരു ദിവസം ഞാൻ നാട്ടിലേക്ക് വരും. നിന്നെയും നമ്മുടെ മോളെയും സ്നേഹിച്ച് വീർപ്പ് മുട്ടിക്കണം എനിക്ക്. നീ ഉണ്ടാക്കുന്ന രുചിയുള്ള ഭക്ഷണം വയറ് നിറയോളം എനിക്ക് കഴിക്കണം. 14-ാം രാവിൻ്റെ നിലാവിൽ രാത്രിമുല്ല പൂക്കുമ്പോൾ നമ്മുടെ മണിയറയ്ക്കുള്ളിൽ നീ പറയുന്ന കിസ്സയും കേട്ട് കെട്ടിപ്പിടിച്ച് എനിക്ക് കിടക്കണം. മാഹിറിൻ്റെ കണ്ണുകൾ തുളുമ്പി കവിളിലേക്കൊരു തുള്ളി പതിച്ചു. പുതുമന വീട്ടിൽ ആനമ്മയ്ക്കും ഭർത്താവ് മുഹമ്മദിനും മക്കൾ 5 മൂത്തയാൾ സക്കീർ ഹുസൈൻ, ഭാര്യ ലബീബ. അവർക്ക് 2 കുട്ടികളാണ്, ഇഷ്വയും ഇനിയയും. രണ്ടാമത്തെ മകൻ ഹമീദ്, ഭാര്യ ഹസീന. അവർക്കൊരു മോനുണ്ട്, ഹയാൻ നിഷാം. ആനുമ്മയുടെ 3ാമത്തെ മകനാണ് ഇലാൻ മാഹിർ. പിന്നെയുള്ളത് 2 പെൺമക്കളാണ്, സീനവും സീജയും. അവരെ വിവാഹം കഴിച്ച് അയച്ചതാണ്. ഇത്താ, ഭക്ഷണം വിളമ്പി വെച്ചുട്ടോ. തട്ടത്തിൻ്റെ തുമ്പിൽ കൈ തുടച്ച് സുറുമി എല്ലാവർക്കും ഇരിക്കാനുള്ള ചെയർ നീക്കിയിട്ടു. ഈ ഇരിക്കണല്ലേ സുറുമിയെ? അടുക്കളയിലേക്ക് പോകുന്ന സുറുമിയെ നോക്കി ഹസീന ചോദിച്ചു. ഇല്ല, നിങ്ങളിരിക്കെ, ഞാൻ ഉപ്പാക്കുള്ളത് കൊടുത്തിട്ട് കഴിച്ചോളാം. അതും പറഞ്ഞ് മാഹിറിൻ്റെ ഉപ്പാക്കുള്ള ഭക്ഷണം എടുക്കാൻ അവൾ അടുക്കളയിലേക്ക് നടന്നു. ഉപ്പ അരിക്ക് താഴെ തളർന്നു കിടപ്പാണ്. എന്നും സുറുമി തന്നെയാണ് അവർക്കുള്ള ഭക്ഷണം കൊണ്ടുപോയി കിടക്കുന്നത്. ഭർത്താവിനെ കഴിപ്പിക്കുന്നത് ആനുമ്മയാണെങ്കിലും ഉപ്പാൻ്റെ മരുന്നെടുത്ത് കൊടുത്തും മറ്റും അവൾ അവിടെ തന്നെ നിൽക്കും. ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു ഒഴിഞ്ഞുമാറൽ കൂടിയാണ്. മാഹിറിൻ്റെ ജ്യേഷ്ഠന്മാരും അവരുടെ ഭാര്യമാരും ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ അവരുടെ കൂടെ ഇരിക്കാൻ സുറുമിക്ക് കഴിയാറില്ല. അവരുടെ കൂടെ ഇരിക്കുമ്പോൾ അവൾക്ക് അവളുടെ പ്രിയപ്പെട്ടവനെ ഓർമ്മ വരും. എൻ്റെ ഇക്കയും കൂടെയുണ്ടായിരുന്നെങ്കിൽ. ചുറ്റിലും കുറേ പേരുണ്ടായിട്ടും അവരുടെ സ്നേഹപ്രകടനങ്ങളൊക്കെ കാണുമ്പോൾ ഇണയില്ലാത്തൊരു ഒറ്റമേനയെ പോലെ അവളുടെ ഹൃദയം അവൻ്റെ സാമീപ്യം കൊതിച്ച് അവൻ്റെ പേര് ഉറക്കെ വിളിച്ച് തേങ്ങിക്കരയാൻ തുടങ്ങും. സുറുമി, ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ ഒന്ന് വന്നൂടെ മോളെ? എനിക്ക് ഉപ്പാക്ക് തീരെ സുഖമില്ല. പനിയും ചുമയും, ശ്വാസം മുട്ട് പിന്നെ പറയണ്ടല്ലോ. നല്ല വലിവുണ്ടപ്പോൾ എപ്പോഴും എന്നെ ചോദിക്കും. നീ വിളിക്കാറില്ലേന്ന് ചോദിക്കും. സുറുമി മോളെന്തായി ഇപ്പോൾ ഇങ്ങോട്ട് വരാത്തതെന്ന് ചോദിക്കും. നിൻ്റെ ഉപ്പയല്ലടേ. നീയൊക്കെ ഇപ്പോൾ അനുഭവിക്കുന്ന സുഖം നിൻ്റെ ഉപ്പാൻ്റെ വിയർപ്പ് കൊടുത്ത് നേടിത്തന്നതാണെന്ന് മറക്കണ്ട കേട്ടോ. വീട്ടിലേക്ക് വിളിച്ചപ്പോൾ ഉമ്മ പറഞ്ഞ വാക്കുകൾ സുറുമിയുടെ കാതിൽ കുത്തി തുളച്ചു കയറി. നീ ഇപ്പോൾ അനുഭവിക്കുന്ന സുഖം. ആ വാക്കുകളിൽ അവളിൽ നോവും പുച്ഛവും കലർത്തി ചിരി വരുത്തി. ഇതാണല്ലോ സുഖം. ആർക്കോ വേണ്ടി ഒഴിഞ്ഞു വെച്ച നേർച്ചക്കോഴയെ പോലെ ഈ പെരക്ക് എന്തിങ്ങനെ കഴിയുന്നത്? ഞാൻ വരാം ഉമ്മ. നാളെ ഇക്കി വിളിക്കുമ്പോൾ ചോദിക്കട്ടെ. ഇവിടുത്തെ ഉമ്മയോടും സമ്മതം ചോദിക്കണം. തൻ്റെ ഗതികേടോർത്ത് സുറുമി ഒന്ന് നിശ്വസിച്ചു. ആയിക്കോട്ടെ മോളെ, അങ്ങനെയാവട്ടെ. പിന്നെ മോളെ, നീ ഒന്നും വിചാരിക്കില്ലെങ്കിലേ ഉമ്മക്ക് നിന്നോടൊരു കാര്യം പറയാണ്ട്. അവരുടെ ശബ്ദമൊന്ന് നിർത്തു. ഉമ്മ ആദ്യം കാര്യം പറയാം, എന്നിട്ട് തീരുമാനിക്കാം വിചാരിക്കണോ വേണ്ടയോ എന്ന്. അല്ലെങ്കിൽ വേണ്ട, നീ ഇങ്ങോട്ട് വരുമ്പോൾ ഉമ്മ നേരിട്ട് പറയാം. ആയിക്കോട്ടെ ഉമ്മ, എന്നാൽ അങ്ങനെ ആവട്ടെ. ഉമ്മ, നാളെ നമ്മൾ ഉമ്മമാനെ കാണാൻ പോവാ? സുറുമിയുടെ സംസാരം ശ്രദ്ധിച്ചു നിന്ന ഹാലമോളുടെ കണ്ണുകൾ വിടർന്നു. ആ കുഞ്ഞു മുഖത്ത് സന്തോഷം കണ്ട് സുറുമിയുടെ ചുണ്ടുകളിലേക്കും ഒരു പുഞ്ചിരി തുളുമ്പിയെത്തി. പോവാട്ടോ. മോളുടെ ഉപ്പയും ഉമ്മുമ്മയും സമ്മതിച്ച നാളെ തന്നെ നമുക്ക് ഉമ്മമാനെ കാണാൻ വീട്ടിൽ പോവാട്ടോ. സുറുമി ആ കുരുന്നിൻ്റെ ചുരുൾമുടിക്ക് മുകളിലൂടെ ഒന്ന് തലോടി. എന്നാൽ ഞാൻ പോയി ചിപ്പൂത്തിനോട് പറയത്തെ ഉമ്മേ, നാളെ നമ്മൾ പോവാന്ന്. അതും പറഞ്ഞ് ഹാലമോൾ ചിപ്പൂട്ടൻ്റെ അടുത്തേക്ക് ഓടാൻ തുടങ്ങിയതും സുറുമി അവളെ പിടിച്ചു നിർത്തി. അത് വേണ്ട മോളെ, ആദ്യം മോളെ ഉപ്പാനോടല്ലേ പറയേണ്ടത്. നാളെ ഉപ്പ വിളിക്കുമ്പോൾ ചോദിച്ചിട്ട് പിന്നെ എല്ലാവരോടും പറയാട്ടോ. സുറുമി പറഞ്ഞതും ഹാലമോൾ മനസ്സിലായെന്ന പോലെ തല അനക്കി. പ്രായത്തേക്കാൾ കവിഞ്ഞ പക്വതയുണ്ട് ആ കുഞ്ഞു മോൾക്ക്. ആ വീട്ടിലെ മറ്റു കുട്ടികളെപ്പോലെ അവൾ ഒന്നിനും അധികം വാശി പിടിക്കാറില്ല. ഇന്നാ അമ്മാൻ്റെ പൊന്നു പോയി കിടന്നട്ടോ, ഉമ്മ ഭക്ഷണം കഴിച്ചിട്ട് വരാം. മോളുടെ കവിളിൽ ഒന്ന് തട്ടി സുറുമി അടുക്കളയിലേക്ക് നടന്നു. അവിടെ അസീനത്ത മാത്രമുണ്ട്. ബാക്കി എല്ലാവരും കിടന്നിട്ടുണ്ട്. സുറുമി ഭക്ഷണം കഴിച്ച് പാത്രം കഴുകി അടുക്കള അടച്ചു പൂട്ടും വരെ ഹസീനത്ത കൂടെ ഉണ്ടാവാറുണ്ട്. സുറുമി അവൾക്ക് കഴിക്കാനുള്ള ചോറ് വിളമ്പുമ്പോഴാണ് ഹാനുമ്മ അങ്ങോട്ട് വന്നത്. എനിക്ക് കിടക്കാനായില്ലേ ഹസീന? കനിപ്പിച്ചൊരു ചോദ്യമായിരുന്നു. അതുമ്മ അടുക്കള ഒന്ന് ഒതുക്കി വെച്ചിട്ട് കിടക്കാമെന്ന് കരുതി. ഹസീന പതിയാണ് ഇത്രയും പറഞ്ഞത്. അതിനിവിടെ സുറുമില്ലേ? ഓൾക്കിവിടെ വേറെന്താ പണി? എനിക്ക് നേരത്തെ കിടന്നൂടെ?
ഓൻക്ക് നേരം വെളുത്താൽ ജോലിക്ക് പോകേണ്ടതല്ല. ഭർത്താവ് അറയിൽ കാത്തിരിക്കുമ്പോൾ പെണ്ണുങ്ങളെ നേരത്തും കാലത്തും ചെന്ന് കിടക്കണം. ചെല്ലേ, പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ആനുമ്മ പറഞ്ഞതിൻ്റെ അർത്ഥം തേടിയ സുറുമിയുടെ ഉള്ളൊന്ന് നീറി. ഭക്ഷണം വിളമ്പുമ്പോൾ അവളുടെ കാഴ്ച കണ്ണുനീരാൽ മയങ്ങിയിരുന്നു. തന്നെ നോക്കി നിന്ന ഹസീനത്തിയോട് പൊയ്ക്കൊള്ളാൻ കണ്ണുകൊണ്ട് പറയുമ്പോൾ അവളുടെ നിറഞ്ഞു വന്ന തുള്ളിയെ പിടിച്ചിറക്കി നിർത്തുകയായിരുന്നു സുറുമി. വിളമ്പിയ ചോറുമായി തനിച്ച് ഡൈനിങ് ടേബിളിന് മുന്നിൽ വന്നിരുന്നു. വിശപ്പൊക്കെ കെട്ടടങ്ങിയെങ്കിലും വെറുതെ ഭക്ഷണത്തിന് മുമ്പിലിരുന്നു. അപ്പോഴും ആനുമ്മ കുടഞ്ഞു പൊട്ടുപോയ വാക്കുകൾ ഉള്ളിൽ കിടന്നെങ്ങനെ വിങ്ങുകയാണ്. ഉമ്മ, ഉമ്മ എന്തിനാ ഇത് ഒറ്റയ്ക്ക് ഇന്ന് കഴിയുന്നത്? ആലുമോൾ വന്ന് കയ്യിൽ പിടിച്ചപ്പോഴാണ് ഇത്രയും സമയം താൻ ആരും അറിയാതെ ഒറ്റയ്ക്കിരുന്ന് കരയുകയായിരുന്ന ബോധം വന്നത്. ഒന്നുമില്ല മോളെ. ഒരു പിടച്ചിലൂടെ ധൃതിയിൽ കണ്ണു തുടച്ച് കുഞ്ഞിനെ നോക്കി പുഞ്ചിരിക്കുമ്പോഴും ഉള്ളം എന്തിനോ നീറിപ്പുകയുന്നുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ കഴിച്ചു തീർത്ത് അടുക്കള ഒതുക്കി വെക്കും വരെ മോളും കൂടെ തന്നെ നിന്നു. ഉമ്മച്ചി, എപ്പോഴും നമ്മൾ ഉപ്പച്ചി ഇങ്ങോട്ട് വേദാ? എനിക്ക് ഉപ്പാനെ കാണാൻ കൊതിയായിട്ട് പാടില്ല. ഉറങ്ങും മുമ്പേ മോൾ എന്ന് ചോദിക്കാറുള്ള ചോദ്യമാണ്. ഉപ്പ വരും കേട്ടോ മോളെ. എൻ്റെ മോളെ കാണാൻ ഒരു ദിവസം ഉപ്പ പറഞ്ഞിങ്ങ് വരും. സുറുമി വാത്സല്യത്തോടെ ആ കുഞ്ഞു കവിളിൽ ഒന്ന് മുത്തി. അവളെ നന്നായി പുതപ്പിച്ച് അവളോട് പറ്റിച്ചേർന്ന് കിടന്നു. ഉപ്പ വന്നാൽ ആലമോക്കെ ഉപ്പാൻ്റെ കൂടെ പാർക്കിലും ബീച്ചിലും ഒക്കെ പോകണം. ചിപ്പൂത്തനും ഇഷുമോളൊക്കെ അവർ ഉപ്പാൻ്റെ കൂടെ പോകുന്നത് പോലെ ആലമോൾക്ക് പോകണം കേട്ടോ. ഉമ്മി വരൂലേ? ഉത്സാഹത്തോടെ ചോദിക്കുന്ന ആലമോളെ കണ്ട് സുറുമിയുടെ ഉള്ളിലൊരു നീറ്റലുണ്ടായി. പാവം കുഞ്ഞ്. തന്നെപ്പോലെ ഒരു കുന്നുമോഹങ്ങൾ ഉള്ളിൽ ഒതുക്കി വെച്ച് അവളും അവളുടെ ഉപ്പയെ കാത്തിരിക്കുകയാണ്. പിന്നെന്താ, ഉമ്മയും വരുമല്ലോ മോളെ കൂടെ. പിന്നെ ഉമ്മാൻ്റെ പൊന്നുമോൾ ഇപ്പോൾ ഉറങ്ങിക്കോട്ടോ. കുഞ്ഞ് ഉറങ്ങും വരെ സുറുമിയുടെ കൈ അവളുടെ തുടയിൽ താളമിട്ട് കുറഞ്ഞു. അവൾ ഉറങ്ങിയെന്ന് മനസ്സിലായതും ഫോൺ എടുത്ത് നോക്കി. ഇക്കാൻ്റെ മെസ്സേജ് വല്ലതും വന്ന് കിടപ്പുണ്ടോ? ആൾ ഓൺലൈനിലുണ്ടോ? ഇല്ല, അങ്ങോട്ട് എന്തെങ്കിലും അയക്കാൻ വേണ്ടി കൈ ധരിക്കുന്നുണ്ട്. അദ്ദേഹം തിരക്കിലായിരിക്കും, ശല്യം ചെയ്യേണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇക്ക ജോലിയിലായിരിക്കും അല്ലേ? ഭക്ഷണം കഴിച്ചോ? സമയത്ത് ഭക്ഷണം കഴിക്കട്ടോ. ഫ്രീ ആവുമ്പോൾ എനിക്ക് മെസ്സേജ് അയക്കണേ. ഒരു വോയിസ് അയച്ചിട്ട് ഫോൺ എടുത്ത് വെച്ചു. തലേണിക്കടയിൽ നിന്ന് അവൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അതിലേക്ക് നോക്കി. പല രാത്രികളും അവളുടെ കണ്ണുനീര് കൊണ്ട് കഴുകി ആ ഫോട്ടോ നിറം മങ്ങി തുടങ്ങിയിരുന്നു. മാഹിറിനോട് പറയാൻ കഴിയാത്ത സങ്കടങ്ങളൊക്കെയും അവൾ പറയുന്നത് ആ ഫോട്ടോയോടാണ്. ഇക്ക, എനിക്ക് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇക്കയില്ലാത്ത ഈ വീട്ടിൽ ഞാനും നമ്മുടെ മോളും ഒരു അധികപ്പറ്റ് തന്നെയാണ് ഇക്ക. നേരം പുലർന്നു കഴിഞ്ഞാലേ രാവാകും വരെ ഇവിടെയുള്ളവരെ കുത്തുവാക്കും കേട്ട് ഒരു വേലക്കാരിയെ പോലെ പണിയെടുത്ത് കഴിച്ചു കൂട്ടിയാണ് ഇക്കാൻ്റെ സുറുമി. ജീവിതം തന്നെ മടുത്തു പോകുന്നുണ്ടെങ്കിലും നിങ്ങൾ തന്നിട്ട് പോയ ഒരു പിടി ഓർമ്മകളിൽ ജീവിക്കുകയാണ് ഈ ഞാൻ. ഇത് വല്ലതും നിങ്ങൾ അറിയുന്നുണ്ടോ ഇക്കാക്ക? ഒരുപാട് ദുഃഖമുണ്ടെങ്കിലും ഞാനൊന്നും പറയാത്തതേ നിങ്ങളെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ്. എത്ര കണ്ണും കാതും അടച്ചു പിടിച്ചിട്ടും ചിലതൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ കൽബ് വല്ലാതെ നോവുന്നുണ്ട് ഇക്ക. എന്നാണ് നിങ്ങളൊന്ന് നാട്ടിലേക്ക് വരിക? എനിക്കിവിടെ ഒറ്റയ്ക്ക് ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമുക്ക് പൊന്നും പണവും മണിമാളികയും ഒന്നും വേണ്ട. പട്ടിണിയാണെങ്കിലും ഞാൻ സഹിച്ചോളാം. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ. ഈ ജന്മം മുഴുവനും നിങ്ങളുടെ നെഞ്ചിൽ ചാഞ്ഞുറങ്ങാമല്ലേ എനിക്ക്. നമ്മുടെ മോള് പറയുന്നത് കേട്ടില്ലേ? ചിപ്പുട്ടനും ഇഷുമോളൊക്കെ അവളുടെ ഉപ്പയുടെ കൂടെ പുറത്ത് പോകുന്നത് പോലെ അവൾക്കും പോകണമെന്ന്. ആ കുഞ്ഞു മനസ്സും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഉപ്പാൻ്റെ സ്നേഹവും സാമീപ്യവും. അത് പറയുമ്പോൾ അവളുടെ വാക്കുകൾക്ക് ഇടർച്ച ബാധിച്ചു. ഒപ്പം കണ്ണുനീർ തുള്ളികൾ ആ ഫോട്ടോയിലേക്ക് ഇറ്റ് വീണു അതിനെ നനച്ചുകൊണ്ടിരുന്നു. സുറുമി അവൻ്റെ മുഖമാകെ ചുംബനങ്ങൾ കൊണ്ട് മൂടി. ഒടുവിൽ മനസ്സിൽ മൂടിക്കെട്ടിയ കാർമേഘം പൊയ്തഴിഞ്ഞ കുളിരോടെ അവൾ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് മയക്കത്തിലേക്ക് വീണു. മാഹിർ ഫോണെടുത്ത് നോക്കിയപ്പോൾ സുറുമിയുടെ മെസ്സേജ് വന്നിക്കിടക്കുന്നത് കണ്ടു. ഇക്ക ജോലിയിലായിരിക്കും അല്ലേ? ഭക്ഷണം കഴിച്ചായിരുന്നോ? സമയത്ത് ഭക്ഷണം കഴിക്കണം കേട്ടോ. ഫ്രീ ആകുമ്പോൾ എനിക്ക് മെസ്സേജ് അയക്കാൻ മറക്കരുതേ. അവൻ എത്ര തവണ അവൻ്റെ പെണ്ണിൻ്റെ സ്നേഹം നിറച്ച ശബ്ദം ആവർത്തിച്ച് കേട്ടുവെന്ന് അവന് തന്നെ അറിയില്ല. അത് കേൾക്കുമ്പോഴൊക്കെയും പുതച്ചു കിടക്കുന്ന നെഞ്ചിനുള്ളിൽ ഒരു തണുപ്പ് വീഴുന്നുണ്ടെങ്കിലും അവളെ കാണാനായി മാത്രം തുടിക്കുന്നൊരു ഹൃദയം ആരും കേൾക്കാതെ തേങ്ങിക്കരയുന്നുമുണ്ട്. മാഹിർ അവൻ്റെ പെണ്ണിൻ്റെ ഫോട്ടോയിൽ ഒരു മുത്തം കൊടുത്തു. വാത്സല്യത്തോടെ, അലിവോടെ, പ്രണയത്തോടെ. ഉമ്മ, ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്കൊന്ന് പോയിക്കോട്ടെ.
ഉപ്പാക്ക് വയ്യെന്ന് പറഞ്ഞ് ഉമ്മ വിളിച്ചിരുന്നു. മടിച്ചാണ് സുറുമി ആനമ്മയുടെ മുൻപിൽ പോയി ചോദിച്ചത്. ശബ്ദം വല്ലാതെ പതിഞ്ഞു പോയത് കൊണ്ടോ ആനമ്മ കേൾക്കാത്തതാണോ, അത് കേട്ടിട്ടും കേൾക്കാത്ത ഭാവം നടിച്ച് ഇരിക്കുന്നതോ? ഇത് ആനമ്മയുടെ സ്ഥിരം പരിപാടിയാണ്. വീട്ടിൽ പോകുന്ന കാര്യം പറഞ്ഞാൽ അവരുടെ മുഖം കറുക്കും. നേരത്തെ പറഞ്ഞു വെച്ചാൽ ആ സമയത്തേക്ക് പുള്ളിക്കാരിക്ക് വല്ല അസുഖവും വരും. പിന്നെ ഒടുക്കത്തെ അഭിനയമായിരിക്കും. ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, ശ്വാസം കിട്ടുന്നില്ല, ഞാനിപ്പോൾ മരിക്കും എന്നൊക്കെ കൂറിക്കാവി അടാർ ഷോ ആയിരിക്കും. പുതുമന വീട്ടിൽ ആനമ്മയുടെ കയ്യിൽ അങ്ങനെ എത്ര അടവിരിക്കുന്നു. ഉമ്മ, ഞാനിന്ന് എൻ്റെ വീട്ടിലേക്കൊന്ന് പോയിക്കോട്ടെ? സുറുമി ശബ്ദം തെല്ലിയുയർത്തി ചോദിച്ചതും കിട്ടിയത് കടുപ്പിച്ചൊരു നോട്ടമായിരുന്നു. അവിടെ ആര് ചാവാൻ കിടന്നിട്ടാടേ ഈ ഇപ്പം അങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്? ആനമ്മ ചോദിച്ചതും സുറുമി അടിമുടിയൊന്ന് വിറച്ചുപോയി. ഇതിന് ചുട്ട മറുപടി കൊടുക്കാൻ അറിയാഞ്ഞിട്ടില്ല. പ്രായത്തിന് മൂത്ത സ്ത്രീയാണ്. അതിനേക്കാൾ ഈ സ്ത്രീ തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ഉമ്മയാണല്ലോ എന്ന ബോധം അവളുടെ നാവിനെ പിറകോട്ട് വലിച്ചു. ഉപ്പാക്ക് വെയ്യെന്ന് പറഞ്ഞിരുന്നു ഉമ്മ, ഒന്ന് കാണാൻ. അവൾ വീണ്ടും താഴ്ന്നു. താഴ്ചയുള്ളിടത്തെ വെള്ളം നിൽക്കൂ എന്ന് ലൈലുമ്മ എപ്പോഴും അവളെ ഓർമ്മിപ്പിക്കാറുണ്ട്. ഇവിടുത്തെ ഉപ്പാക്കും വയ്യാതെ കിടക്കാണ്. എന്നിട്ട് അതും പറഞ്ഞ് ഞാൻ എൻ്റെ കെട്ടിച്ചു വെച്ച പെൺമക്കളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്നുണ്ടോ? ഇല്ലല്ലോ. ഇതിപ്പോൾ ഉപ്പാക്ക് വയ്യുന്ന പേരും പറഞ്ഞ് നിന്റെ തള്ള നിന്നെ അങ്ങോട്ട് വിളിച്ചു വരുത്തുന്നുണ്ടെങ്കിലേ അവർക്ക് വേറെന്തെങ്കിലും ഉദ്ദേശം കാണും. മരുവനും ഗൾഫിലല്ലേ, കിട്ടുന്നത് പോലെ മോളുടെ കയ്യിൽ നിന്ന് ഊറ്റിയെടുക്കാലോ. ആ ഉമ്മ പറയുന്നത് കേട്ട് സുറുമിക്ക് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. അവരെ നോക്കുമ്പോൾ അവളുടെ കണ്ണിൽ നിന്ന് അഗ്നി ചിതറി. ഓ, നീ എന്നെ എങ്ങനെ നോക്കല്ലേ മോളെ, ഞാൻ പേടിച്ചു പോവും. ഞാൻ പറഞ്ഞത് ശരിയല്ലേടി? നിന്റെ നിക്കാഹ് കഴിയുമ്പോൾ നിന്റെ വീടിൻ്റെ അവസ്ഥ എന്തായിരുന്നു? നക്കുപ്പിന് ഗതിയില്ലാത്ത കൂട്ടങ്ങളായിരുന്നു. ഇപ്പോഴോ പുതിയ വീടൊക്കെ വെച്ച് വലിയ നിലയിലായില്ലേ? എൻ്റെ മകൻ്റെ കയ്യിൽ നിന്ന് ഓരോന്ന് പറഞ്ഞ് വാങ്ങിച്ച് നീ കൊണ്ടു കൊടുക്കല്ലേ അങ്ങോട്ട്? പിന്നെ അവർക്ക് എന്തോ ആവാലോ. പുച്ഛത്തോടെ ആനമ്മ പറഞ്ഞു. ഉമ്മ, വെറുതെ ഇല്ലാത്ത കാര്യമൊന്നും പറയരുതട്ടോ. സുറുമി നിയന്ത്രണം വിട്ടതുപോലെ ഒച്ചയിട്ടു. ആ വീടിനുള്ളിൽ അവളുടെ ശബ്ദം ഇത്രയേറെ ഉയർന്നിട്ടില്ല. ക്ഷമിക്കുന്നതിനും ഒരു പരിധിയില്ലേ? ഇവിടെ നിന്ന് ഒരു രൂപ പോലും എൻ്റെ വീട്ടുകാർ ആവശ്യപ്പെട്ടിട്ടോ ഞാൻ കൊണ്ടു കൊടുത്തിട്ടോ ഇല്ല. അല്ലെങ്കിൽ ഞാൻ എവിടെ നിന്ന് കൊണ്ടുപോയി കൊടുക്കാനാണ്? അയക്കുന്ന കാശ് മുഴുവനും എണ്ണി മേടിക്കുന്നത് നിങ്ങളല്ലേ? എൻ്റെയും മോളുടെയും ആവശ്യങ്ങൾക്ക് പോലും നിങ്ങളോട് ഞാൻ ഇരന്ന് വാങ്ങിക്കണം. പിന്നെ ഞാൻ എവിടെ നിന്ന് എടുത്തു എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി മറിക്കും? അവർ പുതിയ വീട് വെച്ചിട്ടുണ്ടെങ്കിലേ അതെൻ്റെ ഇക്കയും ഉപ്പയും അധ്വാനിച്ചുണ്ടാക്കിയതാണ്. അല്ലാതെ മരുമകനെ ഊറ്റി വീട് വെക്കേണ്ട ഗതികേടൊന്നും അവർക്കില്ല. സുറുമിയുടെ വാക്കുകളിൽ നിന്ന് തീപാറി. ഓ പിന്നെ എൻ്റെ വീട്ടുകാരൻ പോരിശൊന്നും എന്നോട് ഓതണ്ട എച്ചികൾ. എൻ്റെ മോനെ കണ്ണും കൈയും കാണിച്ച് മയക്കിയിട്ടല്ലേ നീയൊക്കെ ഈ തറവാട്ടിലേക്ക് കയറി പറ്റിയത്? ഉമ്മ, എന്തിനാണ് എൻ്റെ വീട്ടുകാരെ വെറുതെ പറയുന്നത്? എന്ത് പറഞ്ഞാലും ഒടുക്കം അതെൻ്റെ വീട്ടുകാരുടെ തലയിലായിരിക്കും. അവരെന്ത് ചെയ്തിട്ടാണ്? ഞാൻ എൻ്റെ വീട്ടിലേക്കൊന്ന് പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചതിനല്ലേ നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞത്? ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, പോരെ? നിങ്ങൾ ആട്ടും തുപ്പും സഹിച്ച് ഇവിടെ കഴിഞ്ഞോളാം. പക്ഷെ എൻ്റെ വീട്ടുകാരെ പറഞ്ഞാലേ എനിക്ക് സഹിച്ചൊന്നും വരില്ല. സുറുമി കവിളിലേക്ക് വീണ കണ്ണുനീർ അമർത്തി തുടച്ചുകൊണ്ട് പറഞ്ഞു. നീ ഇവിടെ കിടന്ന് തൊള്ളിയതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലടി. എന്നെ ധിക്കരിച്ച് ഇവിടെ നിന്ന് ആരും എങ്ങോട്ടും പോവില്ല. പോയാൽ പിന്നെ ഇങ്ങോട്ട് വരും വേണ്ട. ആനമ്മ അവസാന വാക്കുപോലെ പറഞ്ഞു. പിന്നൊന്നും പറയാൻ നിൽക്കാതെ സുറുമി അവിടെ നിന്നും പോയി. ആനമ്മ അവൾ പോയ വഴിയെ നോക്കി ചിരികൊട്ടി. നിന്നെയൊക്കെ വരച്ച വരയിൽ നിർത്താനേ ഈ ആനമ്മക്ക് അറിയാടി. ആനു, എടി എന്തിനാടി ഈ കടുംപിടുത്തം? അത് അതിൻ്റെ ഉപ്പാനെയും ഉമ്മാനെ കാണാൻ പോയിക്കോട്ടെ എന്നല്ലേ ചോദിച്ചുള്ളൂ. മുഹമ്മദ് ഉപ്പ ദയനീയമായി ചോദിച്ചു. അത് കേട്ടപാടെ അയാൾക്കും കിട്ടിയിരുന്നു തുറിച്ചൊരു നോട്ടം. ആ ഉപ്പയുടെ മിഴിത്തായിരുന്നു, വേറൊന്നുമല്ല. സ്വന്തം ഭാര്യയാണെങ്കിലും അവരോട് കടുപ്പിച്ചെന്തെങ്കിലും പറയാനുള്ള ധൈര്യമൊക്കെ അയാൾക്ക് എന്നേ ചേർന്നു പോയിരുന്നു. കൂടുതൽ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ ഈ കിട്ടുന്ന ഒരു പരിഗണന പോലും പിന്നെ ഉണ്ടാവില്ല. കൺമുൻപിൽ നിന്ന് അരങ്ങേറുന്ന പലതും കാണുമ്പോൾ കണ്ണടച്ച് കിടക്കാറാണ് പതിവ്. മറ്റൊരാളുടെ സഹായമില്ലാതെ ഒന്ന് ചലിക്കാൻ പോലും കഴിവില്ലാതെ ജീവനുള്ള ശവത്തെ പോലെ കിടക്കുന്ന തൻ്റെ അഭിപ്രായത്തിന് ഈ വീട്ടിലൊരു വിലയുമില്ലെന്ന് അയാൾക്ക് നന്നായിട്ടറിയാം. അവൾ ഉമ്മാനും ഉപ്പാനെയും കാണാനാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് എന്താണ് ഇത്ര ഉറപ്പ്? തിരിച്ചൊരു ചോദ്യമായിരുന്നു. എൻ്റെ ചെറുക്കനെ അറബ് നാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നതേ ഇവർക്കൊക്കെ വേണ്ടിയാണ്. ഇവളുടെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണെന്ന് പറയാൻ പറ്റുമോ?
അവൻ്റെ ചെലവിൽ തിന്ന് കൊഴുത്തു മിനുങ്ങി എവിടെയെങ്കിലും അയിഞ്ഞാടി നടന്നാലും ആരും അറിയാൻ പോകുന്നില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ ഒന്നും ഒരു തോന്നിയാസം നടക്കൂല. അവളെ ഇങ്ങനെ കയറൂരി വിട്ടാലേ. എൻ്റെ ചെക്കനെ ചതിച്ച് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കില്ലെന്ന് ആര് കണ്ടു? ആനുമ്മയുടെ ആ വാക്കുകൾ സുറുമിയുടെ ചങ്കിൽ തറച്ചു. അപ്പോഴും സുറുമയുടെ നെഞ്ച് വിങ്ങി ശ്വാസമെടുക്കാൻ കഴിയാതെ പോയത് തൻ്റെ പ്രിയപ്പെട്ടവനെ ഓർത്തായിരുന്നു. ആ മനുഷ്യന് ഇത് വല്ലതും അറിയുന്നുണ്ടോ? ഞാനിവിടെ അനുഭവിക്കുന്ന കുത്തുവാക്കുകളും വേദനകളും അറിഞ്ഞിരുന്നെങ്കിൽ ആളെന്നെ ഇവർക്കിടയിൽ എങ്ങനെ തനിച്ചാക്കി പോകുമായിരുന്നു. ഒരു പ്രവാസിയുടെ ഭാര്യ ആയതുകൊണ്ട് ഞാൻ എന്തൊക്കെ കേൾക്കണം? എല്ലാ പ്രവാസിമാരുടെ ഭാര്യമാർക്കും ഇതുപോലെയാണോ? കുത്തുവാക്കുകളും തുറച്ചുനോട്ടവും സഹിച്ച് മെഴുകുതിരി പോലെ ഉരുകിത്തീരാൻ വിധിക്കപ്പെട്ടവർ. 4 വർഷം മുമ്പേ ഈ നോവിനെക്കുറിച്ച് അല്പമെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ. പുറത്തു നിന്ന് നോക്കി വിലയിരുത്തുന്നവർക്ക് അറിയില്ലല്ലോ അവനെയും കാത്ത് കണ്ണുനീരൊഴിക്കുന്ന പെണ്ണ് അനുഭവിക്കുന്ന നോവിൻ്റെ ആഴം. സുറുമി ബെഡിലേക്ക് കമിഴ്ന്നടച്ച് വീണ് ഏങ്ങലടിച്ചു കടഞ്ഞു. എൻ്റെ സങ്കടങ്ങളൊന്ന് പറഞ്ഞു കരയാൻ പോലും എനിക്കിവിടെ ആരുമില്ലല്ലോ പഠിച്ചോനെ. ഇൻഷാ അല്ലാ ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ, ലൈക്കും കമൻറ്റും ചെയ്യണേ. പുതിയ കഥയാണ്.